ഏറ്റവും വലിയ പാതിരാക്കോഴി. തലവൻ നിബിൻ ചേട്ടൻ. വാങ്കോഴി. ആന്റിമാര. ബെസ്റ്റ് കാമുകൻ. ഹരിച്ചേട്ടൻ. നിബിൻ ചേട്ടനുണ്ട്. നിബിൻ ചേട്ടൻ ആരുമില്ല. റൂൾസ് എന്ന് വെച്ചാൽ ആരും അലമ്പ് കാണിക്കരുത്, കളക്കളി കാണിക്കരുത്. ഉപ്പ് ഞാൻ കേട്ടാ മാറിയുന്നു. പാടാൻ പറ്റുന്നില്ലല്ലോ. കറക്റ്റ്. നോ പറയുള്ളത് നോ പറയുക. ഫ്ലാഷ് ബാക്ക്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ മീറ്റ് ചെയ്യാൻ പറ്റി എന്തായിരിക്കും പറയുക? അക്ഷര എന്ത് പറയും? നോ പറയുന്നിടത്ത് നോ പറയണം. നിങ്ങൾ പറ്റുന്നില്ല, നിങ്ങൾ എങ്ങനെ ചെയ്തു? മൂക്കൊണ്ട് മോള്. മൂക്കൊണ്ട് മൂള. ഞാൻ ജെന്യുവിൻ ആയിരുന്നു. മുഖത്ത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു. തുപ്പിയല്ലേ? ഒന്നും പറയത്തില്ല. ഡ്രാഗൺ കുഞ്ഞ് വെള്ളം ഞാൻ അനുഭവിച്ച് കാണിച്ചു. രണ്ട് വാക്ക്. രണ്ട് അക്ഷരം. അത് ചീത്തല്ല, ഓർമ്മ. ഇന്ന് പുതിയൊരു റോളിലാ മൈജി ബ്രാൻഡ് അഡ്വൈസർ. നല്ലൊരു ട്രാവൽ വ്ളോഗർ ആവണം അല്ലേ? ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. പിന്നെ ചെറിയ വിലയും. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ഹായ്, വെൽക്കം ടു മാറ്റിനി ലൈഫ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒന്നോ രണ്ടോ ആളുകളൊന്നുമല്ല, ഒരു 5 പേരുണ്ട് എന്റെ കൂടെ. വെൽക്കം ടീം പുട്ടുകുറ്റി. ജസ്റ്റ് ടീം പുട്ടുകുറ്റി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, എല്ലാരെയും പരിചയപ്പെടണം. സോ ഫസ്റ്റ് വിഷ്ണു, അപ്പൂന്നല്ലേ വിളിക്കുന്ന ഇഷ്ടം. ഓക്കെ. നിബിൻ, ഹരി, അരവിന്ദ് ആൻഡ് അജയ്. വെൽക്കം. കമസ്മിത അങ്ങനെ എന്തോ സാധനം. എല്ലാരും എനിക്കൊന്ന് പറയാത്. കണ്ണൻ ക്രിയേഷൻ ആണ്. അടിപൊളിയായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിക്ക് അപ്പുറത്ത് വാക്കുണ്ടായിരുന്നെങ്കിൽ ചെറിയ പരിപാടിയല്ലല്ലോ നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? കണ്ടന്റ് ക്രിയേഷൻ, വീഡിയോ ക്രിയേഷൻ ഒക്കെ. അല്ല, ഞാൻ 5 വർഷം മുന്നേ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ഒരു ഷോർട്ട് ഫിലിംസ് മാത്രമായിട്ട്. അത് ടൈം ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് റീച്ചോ അങ്ങനെയൊന്നും കിട്ടാത്തൊരു ടൈമാണ്. ഒരു വീഡിയോ ചെയ്യാൻ ഒരു ടൈം എടുക്കും, ഒരു മാസം 2 മാസമൊക്കെ എടുക്കും. അങ്ങനെ ഇരിക്കുന്ന ഷോർട്സ് ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു 2.5 വർഷം മുന്നേ ഷോർട്സ് ലോഞ്ച് ചെയ്ത ടൈമിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കണ്ടിന്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോരുത്തരായിട്ട് അതിലോട്ട് കൊണ്ടുപോകും. വേറെ റിലേഷൻ ഒന്നുമില്ല നിങ്ങൾ അങ്ങനെ? ഇപ്പൊ ഫ്രണ്ട്സാ. അല്ല, ഈ വരുന്ന സമയത്ത് ഞാൻ ഈ പുള്ളിയാണ് ക്യാമറയും ബാക്കി പരിപാടിക്കൊക്കെ വിളിച്ചത് ഹരിച്ചേട്ടനെ. അത് കഴിഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ പിക്ക് ചെയ്തെടുത്തു. ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എത്ര ടൈം എടുക്കും പൊതുവെ? മുന്നേ പെട്ടെന്ന് എടുക്കുമായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ ലാഗ് ഉണ്ട്. കാരണം ഇത്രയും കണ്ടന്റ് കൊണ്ടുവരണ്ടേ. മുമ്പ് ഇങ്ങനെ ആലോചിക്കുമല്ലോ, ചുമ്മാ എടുത്തെടുത്ത് പോകും. ഇപ്പൊ കുറച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തതാവാൻ പാടില്ല, നമുക്ക് തന്നെ ഓർമ്മയില്ല ഏതൊക്കെ കണ്ടന്റാണ് ചെയ്തത്. ഇപ്പൊ ഈ പുട്ടുകുറ്റി എന്നുള്ള പേര് എല്ലാരും ചോദിക്കും, എന്താണ് ഈ പേര്, എന്തുകൊണ്ട് ഇങ്ങനെ ഈ പേര് ഇട്ടു എന്നൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെ ഈ പേരിലേക്ക് വന്ന എങ്ങനെയാണ്? അല്ല, ഞാൻ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കുറെ ചട്ടി, മൺചട്ടി, കലം, കുടം ഇങ്ങനെയൊക്കെ ആലോചിച്ച് പുട്ടുകുറ്റി എന്നൊരു സാധനം എത്തി. എന്താ അടുക്കള സാധനങ്ങൾ? അല്ല, പുട്ടുകുറ്റി വേറെ അർത്ഥമുണ്ട്. നമ്മൾ കുറച്ച് റിയലിസ്റ്റിക് അല്ലാത്ത കുറച്ച് ഫാന്റസി ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യാൻ വേണ്ടി. അതാകുമ്പോ തള്ളാണല്ലോ, അങ്ങനെ ഒരു മീനിങ് വെച്ചിട്ടാ. വേറെ ഏതെങ്കിലും പേര് ചിന്തിച്ചിട്ടുണ്ടോ മാറ്റാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ? ഷോർട്സ് ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു 20K സബ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു മാറ്റണോ വേണ്ട. പിന്നെ അതിലെങ്ങനെയൊക്കെ പോയി. ഞാനൊരു റാപ്പിഡ് ഫയറിലോട്ട് പോവാണ്, നമ്മളൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ആർക്ക് വേണമെങ്കിലും പറയാം. റാപ്പിഡ് ആയിട്ട് പറയണതേ ഉള്ളൂ. ഓക്കെ. കൂട്ടത്തിലെ തമാശക്കാരനാരാണ്? അപ്പു, അരവിന്ദേട്ടൻ, അജിൻ, നിബിൻ ചേട്ടൻ, അജിൻ ഫർണേഷ. എല്ലാരും പേരും പറഞ്ഞു. അങ്ങനെയാണ്, ടീം വർക്കാണ് നമ്മൾ. കണ്ടന്റ് കിങ് നിബിൻ ചേട്ടൻ, അരവിന്ദേട്ടൻ, അപ്പു ചേട്ടൻ, ഹരിച്ചേട്ടൻ. അതെനിക്ക് ഇവിടെ അറിയാം. ആരാ? ഞാൻ. മടിയൻ. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാ കൊണ്ടുവന്നത്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല.
ആണ്ടില് സംക്രാന്തിക്ക് ഒരെണ്ണം എന്നാ പിടി. സെറ്റ് സാധനമായിരിക്കും. അങ്ങനെ set അത് ഞാൻ ആയി. ഓക്കെ പറയില്ല. അപ്പൊ വിഷമം വരാറുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. അത് പോയി. ഇല്ല, ആദ്യം വിഷമം അത് കാണും, വേറെ പിന്നെ ആരും ചെയ്യും. തീർന്നു, പിന്നെ ശീലമായി. ഏറ്റവും വലിയ പാതിരാ കോഴി. നരി, അരവിന്ദ്, അജിൻ, അപ്പു. നിവിൻ ചേട്ടൻ, നിവിൻ ചേട്ടൻ. നമ്മള് തലവൻ നിവിൻ ചേട്ടൻ, തലവൻ നിവിൻ ചേട്ടൻ. വാങ്കോഴി. വാങ്കോഴിയാ. ഇത് കുളക്കോഴി, ഇത് കാടക്കോഴി. അൾട്ടിമേറ്റ് പ്രോ മാക്സ്. ഗേൾസിന്റെ ഫേവറേറ്റ് ആരാ ഇതിൽ? അരവിന്ദ്. നിവിൻ ചേട്ടൻ. അരവിന്ദ്, അപ്പു. നിവിൻ ചേട്ടൻ തിരിച്ചറിയില്ല. അവസാനം നിവിൻ ചേട്ടൻ പറയണത് അതുകൊണ്ടാണ്. നിവിനും അവന് വിചാരണ. ലാസ്റ്റ് നിവിചാണ്. അല്ല എന്നാലും ആന്റിമാരാ ഈ പ്രായമുള്ള വേഷം എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെന്നാലും മനസ്സിലാവില്ല. ഇതാരാ കൂട്ടത്തില്? പക്ഷെ അതിന്റെ എനിക്കാണ് കിട്ടുന്നത്. ഇവരെന്ന് പറയും. അനുസരണാശീലം. എനിക്ക് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ കറക്റ്റ് അതുപോലെ വന്നത് അതുപോലെ ചെയ്തു. ഞാൻ വരും, ടൈമിന് വരും, കറക്റ്റ് ടൈമിന് വരും. എല്ലാം ചെയ്യും അതുപോലെ. ഞാനായിരുന്നു. അപ്പു. അപ്പു ചേട്ടൻ. ഏറ്റവും മോട്ടിവേറ്റർ ആരാ? നിങ്ങൾ ഇങ്ങനെ തളർന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് വാ ചെയ്യാം അടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്നേരം അതെല്ലാരും തളർന്നിരിക്കും. അല്ല, പ്രശാന്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളോടെ. അപ്പൊ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഞാൻ ഒരു ജോലിക്ക് പോയി. അപ്പൊ പ്രശാന്ത് ഏട്ടനായിട്ട് ഇത് പറഞ്ഞിരുന്നത് ഇതേപോലെ വീഡിയോ ചെയ്യണമെന്ന് നമുക്ക്. ഞാൻ ഇന്ത്യയുടെ ഡിസൈനറാണ്. അപ്പൊ അതൊരു 6 മാസം വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ എന്നും എന്നെ രാവിലെ വിളിക്കും, ഇങ്ങനെ പോയാൽ മതിയോ, വീഡിയോ ഒക്കെ ചെയ്യണ്ടേ. അങ്ങനെ എന്നെ മോട്ടിവേറ്റ് കൊണ്ടുവന്നത്. പക്ഷെ പുള്ളി വരത്തില്ല. പക്ഷെ പുള്ളി വരില്ല. എന്തായാലും ആ ബെസ്റ്റ് കാമുകൻ. ഹരിച്ചേട്ടൻ. 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 ഹരിച്ചേട്ടനാ. എന്താ കാര്യം? കറക്റ്റ് സമയത്തിന് വിളിക്കും. കഴിച്ചോ, ഉറങ്ങിയോ? അപ്പു ഉണ്ട്, അരവിന്ദുണ്ട്, അജിനുണ്ട്. നിവിൻ ചേട്ടനുണ്ട്. നിവിൻ ചേട്ടൻ ആരുമില്ല. കഴിഞ്ഞു റാപ്പിഡ് ഫയർ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞില്ല. നമ്മൾ ബയോയിലൊക്കെ ഓണർ അരവിന്ദൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അരവിന്ദൻ വോയിസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ തുടക്കമേ തോട്ടൊക്കെ അരവിന്ദന്റെ. ഞാൻ തന്നെ പരിപാടി തുടങ്ങിയത്. ഞാനൊരു ടാസ്കിലോട്ട് പോവാണ്. Yes. ടാസ്കിന്റെ പേരൊന്നുമില്ല. ഗസ് ദ മൂവി. ഇപ്പൊ ഞാൻ ഒരു ഫിലിമിലെ 3 ക്യാരക്ടേഴ്സിന്റെ പേര് പറയും. അപ്പൊ ആദ്യത്തെ ക്യാരക്ടർ പറയുമ്പോൾ പറയാൻ പറ്റും, നമുക്ക് പറയാം. അവർക്ക് ഒരു 3 പോയിന്റ്. രണ്ടാമത്തെ പറയുമ്പോഴാണെങ്കിൽ 2 പോയിന്റ് ആവും. ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ക്യാരക്ടറുടെ നെയിം പറയും. അങ്ങനെ അപ്പൊ കാണാം. 1 പോയിന്റ് അല്ല 3 പോയിന്റ്സ്. രണ്ടാമത്തെ പറയേണ്ടി വന്നില്ല ഞാൻ. അടുത്ത ജിംസി 3 പോയിന്റ്സ്. പാഷ പാണ്ടിപ്പട. പാഷ. 3 പോയിന്റ്സ്. 6 പോയിന്റ് ആയിട്ടാ. മഹേന്ദ്രവർമ്മ. മഹേന്ദ്രവർമ്മ കൊച്ചി രാജാവ്. അല്ല മഹേന്ദ്രവർമ്മ. ഇത് വെള്ളി നക്ഷത്രം. അല്ല. മഹേന്ദ്രവർമ്മ. ഇനി ആർക്കെങ്കിലും പറയാൻ? മാമ്പഴക്കാലം. മാന്നാർമത്തെ സ്പീക്കിംഗ്. കറക്റ്റ്. കൂടുന്നുണ്ട്. BC വിശ്വ. വാഴ. 9 പോയിന്റ്. SI പീതാംബരൻ. രാമാനുജൻ. കുബേരൻ. ബേബിക്കുട്ടൻ. ബേബിക്കുട്ടൻ. അയ്യോ ബേബിക്കുട്ടൻ. നമ്മളെ ലിറ്റിൽ ഹാർട്സ് ആണോ? ഉദയനാണ് താരം. ഒൻപത്. അപ്പൊ കിട്ടിയില്ല, നമുക്കൊന്നും കിട്ടിയില്ല. കൂടെ ഉള്ളൂ. അവിനാഷ്. ഇല്ല നമ്മൾ പറഞ്ഞു അതെന്റെ ദിലീപ്. അവിനാശ് അയ്യോ നിങ്ങളില്ലായിരുന്നു. അവരുടെ അവനെ നമ്മൾ അറിഞ്ഞൂടെ നമ്മള് ആ പോയിന്റ് കൂടെ തരുമോ എനിക്ക്? എല്ലാവർക്കും നമ്മള് കൊടുത്തു. ഓക്കെ, അപ്പൊ 12. 12 പോയിന്റ്സ് കിട്ടി, ജയിച്ചിട്ടുണ്ട്. ഇനി ഒരാളെടുത്ത് ചോദിക്കാനുണ്ട്. സിനിമോട്ടോഗ്രാഫർ ആണ്, റൈറ്റർ ആണ് എന്നൊക്കെ ബയോയില് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാണ്ട് എന്തൊക്കെയാണ് വേറെ? ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫർ. അല്ലാതെ പിന്നെ പഠിപ്പിക്കാനൊക്കെ. പാട്ട് പാടുന്ന എനിക്കറിയാം. പാടുക. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുഖം പൂത്തുവിടർന്നു,
മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ഹൃദയമുകുളതന്ത്രേന്തി ദേവാമൃതം വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഹിത നഗര കാന്തിയോ. പറഞ്ഞപ്പോ തന്നെ പാടിയില്ല. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഇപ്പൊ കുട്ടിക്കാലത്ത് അരവിന്ദ്, കുട്ടിക്കാലത്ത് ഹരി, ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ മീറ്റ് ചെയ്യും. അരവിന്ദിന് എന്നെ അരവിന്ദിന്റെ കുട്ടിക്കാലത്ത് അരവിന്ദ് അപ്പൊ അങ്ങനെ മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ് മീറ്റ് ചെയ്യാൻ പറ്റിയ എന്തായിരിക്കും പറയാ? ഇപ്പൊ അന്ന് ആഗ്രഹം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ പോയി പറയും, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ അതേപോലെ ആയേനെ എന്ന് പറയും. ഒരു ആഗ്രഹങ്ങളും ഇല്ലായിരുന്നു. അതായത് എനിക്ക് കുട്ടിക്കാലത്ത് ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടീച്ചർമാര് ചോദിക്കൂലേ എന്താവണം. അപ്പൊ എന്റെ കൂടെ ഇരുന്നവരെല്ലാം പോലീസ് ആവണം, ഡോക്ടർ ആവണം, അങ്ങനെയാണ് ഇതാണ്. പക്ഷെ ഞാൻ ഒരു ആഗ്രഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയും, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അതായേനെ എന്ന് പറയും. ഞാനാണെങ്കിൽ ഞാൻ പറയും ഇത്രയും പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ഡിഗ്രി ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം വേണം. കൂടുതൽ ഓവറായിട്ട് പഠിച്ച് സമയങ്ങളിൽ കാരണം നമ്മൾ പഠിക്കുന്ന ഒരു സാധനമല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്കില്ലായിട്ടുള്ള സാധനം നിനക്ക് എന്താണ് ഇഷ്ടം, എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അതിനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം. അല്ലാതെ പഠിച്ച് അതായത് ഈ ഡിഗ്രികളും അങ്ങനെയൊന്നും എടുത്ത് സമയം കളയുന്നു അത്രയും വേസ്റ്റാണ്. അതുകൊണ്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു സ്കില്ലായിട്ട് ചെയ്തുകൊണ്ട് പോകണം. അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ പ്രോ ആണ് അങ്ങനെ പറയുന്നത്. ഇത് തലമുറയ്ക്ക് കൊടുക്കുന്ന പഠിക്കുക അതല്ല, ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. ഇപ്പൊ നീ പഠിച്ച അറിയാലോ, പഠിക്കുന്ന കാര്യത്തിൽ നീ ജോലി ചെയ്യുന്നു. ഞാൻ പഠിച്ചത് ചെയ്യുന്നത് ആ ഒരു കുറച്ചുകൂടിയൊക്കെ ഇപ്പം ചെയ്ത കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി നേരത്തെ ചെയ്യണമെന്ന്, കുറച്ചുകൂടി ടൈം നേരത്തെ ചെയ്തിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ കുറച്ചുകൂടി മുന്നേ ചെയ്യണമെന്ന് പറയും. സ്ലോ ആയി, കുറച്ച് സ്ലോ ആയി. തടി കുറയ്ക്കാൻ ഇനി മേലെ ഇങ്ങനെ കഴിച്ച വാരി വരച്ച് കൊച്ചാരും തിരിച്ചു പറയാൻ നീ പോടാ ഞാൻ കഴിക്കും. ഞാൻ പണ്ടേ ഇതായിരുന്നു തക്കുടു അന്നേ വർക്കൗട്ട് ചെയ്ത് മെലിഞ്ഞിരുന്നെങ്കിൽ മെലിയണം, മെലിയും അതിനെയും ആവാം. ഞാൻ കുഞ്ഞാണ് ബേസിക്കലി. ഇത് തന്നെ നമുക്കൊരു ഇല്ല കൊച്ചിന് ഒരു മോട്ടീവോടെ മാക്സിമം അതിനെ തന്നെ നോക്കി അങ്ങോട്ട് പോവുക. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ആഗ്രഹം ആ സാധനം തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് അക്ഷര എന്ത് പറയും. ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ പാടില്ല. ഈ ഡേറ്റ് കുറിച്ചിട്ട് ഈ ഡേറ്റിന് ഇവിടെ വരാൻ പാടില്ല. കുറച്ച് ധൈര്യം കാണിക്കണം. അല്ല, നോ പറയുന്നിടത്ത് നോ പറയണം. കുറച്ചുകൂടെ ഒന്ന് എഫേർട്ട് ഇട്ട് ഇത് നമുക്ക് അറിയായിരിക്കും ഇത് ശരിയാവും ഇത് തെറ്റാ, പക്ഷെ നമ്മൾ ചെയ്യൂലല്ലോ. പാരന്റ്സിൻ്റെതാവാം, അത് ചെയ്യണമായിരുന്നു. ചെയ്യാത്തോണ്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് റിഗ്രറ്റ്. പറയാൻ പറ്റിയില്ല ഇവിടെ വരാൻ വിഷയം. ഇപ്പൊ നമ്മള് പാസ്റ്റ് പറഞ്ഞു, ഇനി ഫ്യൂച്ചറിൽ ഒരു 5 years കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എവിടെ കാണാനാണ് ആഗ്രഹം? അതാണ് സംശയം. കാണൂ ഇപ്പൊ നമ്മൾ കുറെ വർക്കൊക്കെ ചെയ്യും. ഇപ്പം ചെയ്യണേനും കാണും ഒരു പേടി നന്നായിട്ട് ചെയ്ത് കുറെ അവസരങ്ങൾ നേടി നല്ല കുറെ വർക്കുകൾ അറ്റൻഡ് ചെയ്ത് പിന്നെ മെയിനായിട്ട് എല്ലാവരും സിനിമ നോക്കുമ്പോൾ സിനിമയിലോട്ട് പോയി എത്തിച്ചേരണം തന്നെയാണ് ആഗ്രഹം. അവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. അത്രയാണ്. സിനിമ തന്നെയാണ് സിനിമയിൽ എവിടെയെങ്കിലും എത്തണം. ട്രൈ ചെയ്യുന്നുണ്ട്, എത്തും. വാതിലുകൾ തുറക്കട്ടെ. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറ്റുന്നുണ്ടല്ലോ, പെട്ടെന്ന് കയറാനും പറ്റുന്നതല്ല. അത് തന്നെയാണ് സിനിമ. എല്ലാവർക്കും നമ്മളിപ്പോ ചെയ്യുന്ന കാര്യത്തിന് ഒരു അച്ചീവ്മെന്റ് എന്തെങ്കിലും ഉണ്ടാവണം ആഗ്രഹിക്കണം. പക്ഷെ എനിക്ക് അങ്ങനെ നമ്മളിപ്പോ ഒരു ടീമാണല്ലോ, നമ്മളെല്ലാരും ഒരു ടീമിൽ തന്നെ അതുപോലെ മുന്നോട്ട് വർക്ക് ചെയ്ത് അങ്ങനെ കുറച്ചുകൂടി ഉയരത്തിലെത്താനാണ്. അതാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ വന്ന് തീർന്നപ്പോ വേറെ എവിടേക്ക് എല്ലാരും ഇനിയും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം, സക്സസിലും ഒരുമിച്ച് പോകണം. നമ്മൾ അടുത്ത ഒരു ഫൺ സെഗ്മെന്റിലോട്ട് പോവാണ്. കുപ്പി വെള്ളം കൂടി ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. കുപ്പി വെള്ളം. ഇത് നിങ്ങൾ വായിൽ നിറയ്ക്കണം. ഞാനൊരു സോങ് പറയും,
പാടി ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി. ആ സെറ്റ്. ഓക്കെ, എനിക്ക് ആര് ഫസ്റ്റ് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഞാൻ അക്ഷരം കളിക്കും കേട്ടോ. ഞാൻ കളിക്കും. റൂൾസ് എന്ന് വെച്ചാൽ ആരും അലമ്പ് കാണിക്കരുത്, കളക്കളി കാണിക്കരുത്, മൂളാൻ പാടില്ല. ജെനുവിനായിട്ട് കളിക്കും. ജെനുവിനായിട്ട് കളിക്കണം. അതെ അതെ അതെ. മുളത്തേ ഇല്ല, മുഖത്ത് തുപ്പഴില്ല. മൂളാൻ പാടില്ല. റെഡി ഗൈസ്, ഫുൾ സപ്പോർട്ട് വേണം. ഓക്കെ, ഏത് വേണം? മുളക് വേണം, നാരങ്ങ? റെഡി റെഡി. കുട്ടി കുരുവികളെ പച്ചപ്പനന്ദത്തെ കഥ കേൾക്കുമോ? കഥ കേൾക്കുമോ? കിട്ടി കിട്ടി കിട്ടി. ഒന്നുകൂടി നടക്കാതെ അമ്മേ പഴയ പാട്ടാണ്. എത്രയോ ജന്മമായി ഇത് പാട്ട്. അതിന്റെ ഇടയ്ക്കുള്ളത് ഭയങ്കര ഫേമസ് വരിയാണ്. ഞാൻ പറഞ്ഞത് ശ്രീരാഗമോ? ശ്രീരാഗമോ ഒരു പ്രാവശ്യം കൂടെ. ഒരു പ്രാവശ്യം പാവയ്ക്കുണ്ട്. ചതിയായില്ലേ ഇത്? ഫേമസ് ആയിട്ടുള്ള വരുത്തി പാട്. അങ്ങനെ നമ്മളെല്ലാം പൊഴുത്തു. നല്ല ട്രൈ ആയിരുന്നു, പക്ഷേ പണിഷ്മെന്റ് ഉണ്ട്. അല്ല പാട്ട് പറ. കണ്ണീർ തുള്ളി. നീ ഏത് പറഞ്ഞ? അതാണോ? ഞാൻ കേട്ടിട്ടില്ല. അഭിനന്ദനം ഇതാണ്. മനസ്സിലായി. നൈസ് ട്രൈ ആയിരുന്നു കേട്ടോ. അതിനാദ്യം പക്ഷേ പണിഷ്മെന്റ് ഉണ്ട്. നിങ്ങൾ എന്നെ തിന്നോ? ഞാനായിട്ട് ഞാൻ കൊടുക്കാം. എനിക്ക് അതിനടുത്ത് തന്നെ ഞാൻ കൊടുക്കാം. ഇഞ്ചി എടുത്തോട്ടെ പാവാട. ഇഞ്ചി വേണ്ട, ഇഞ്ചി എന്റെ അടുത്തുണ്ട്. പാവയ്ക്ക. എല്ലാം കഴിക്കണമല്ലേ? അത് പറഞ്ഞ് നമ്മളും കഴിക്കേണ്ടി വരുവേ. ഇപ്പൊ ഒരു പാട്ട് കുട്ടി കുട്ടിയെ തൊല്ല, പക്ഷെ കൊല്ല. ജയിക്കാൻ വേണ്ടി വിജയിച്ചവനാണ്. ജയിക്കാൻ വേണ്ടി വിജയിച്ചവനാണ് ഞാൻ. ജനിച്ചവനാണ് ഞാൻ. മനസ്സിലായി. ഓക്കെ. അടുത്ത ആരോ അടുത്ത അജ്. തുപ്പ് ഞാൻ കേട്ട മാറി. മോഹസുന്ദര അതല്ലേ? അപ്പൊ ഇത് അക്ഷരം കഴിക്കും. പാവയ്ക്കോട് പാവയ്ക്കോട് പാവയ്ക്ക് നല്ലതാണോ? ഒരു പീസോട് കഴിപ്പില്ല. അപ്പൊ ഇഞ്ചി കൊടുക്കും. കൊച്ചുപിള്ളേരെ പാവയ്ക്കോട് ഇഞ്ചി. നിങ്ങൾക്ക് എന്തൊരു സോഫ്റ്റ് കോർണർ. നാരങ്ങ കൊടുക്കും. ഫുള്ള് കഴിക്കണം. ഇല്ല, ചെറിയ കടി അടിച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. അത് ഇനിയും കൊറേ കഴിക്കാനല്ലേ. അടുത്ത ഇനി ആരോ പടം? ഞാൻ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടോ? മൂപ്പുണ്ടോ? അല്ല പറ്റൂല. ആംബിയൻസ് അല്ല പറയാൻ പറഞ്ഞ പാട്ട്. ചില്ലുമേടയിലിരുന്ന് എന്നെ കല്ലെറിയരുത്. രണ്ട് ചാൻസ് കൂടി ഞാൻ കൊടുത്താൽ രണ്ട് ചാൻസ് ഒന്നുകൂടി മാപ്പ് നല്ലൂ. ഇത് പാടാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ നിനക്ക് തന്നത്. വയറിളക്കം കറക്റ്റ്. മനുഷ്യൻ അടുത്ത ഞാനാണ് പാടുന്നത്. അടുത്തിന് ഞാനാണ് പാടുന്നത്.
നല്ലൊരു പാട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ജയിച്ച സ്ഥിതിക്ക് അക്ഷരമുളക് കഴിക്കും. അത് മുഴുവൻ കഴിക്കണല്ലേ? ആ ഫുള്ള് കഴിക്കണം. വലിയ കടി. വലിയ കടി. ഇതാരാ കൊണ്ടുവന്ന ഗെയിം? ഞാനോ ഇത് സെറ്റ് ചെയ്തു. രാത്രി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത എന്നാ പിന്നെ ഞാൻ കുടിക്കട്ടെ ഗൈസ്. എനിക്ക് മനസ്സിലായി, പാട്ട് മനസ്സിലായി. ശരിക്കും കിട്ടുന്നില്ല പാട്ട്. അവരോഹണം ആരോഹണം ദേവാരോഹണം ആവാഹനം ഏത്തുപിടി കുറച്ചുകൂടി എനിക്ക് ആ പാട്ട് കിട്ടിയടാ ശരിക്കും. ഇത് അങ്ങനെ പാടിയതാണ് നീ കേട്ടത്. കിട്ടുന്നില്ല. ആരോപണം ആന്തോളൻ അങ്ങനെ എന്തോ ആലാപനം പാട്ടൊന്നും പറഞ്ഞൂടാ. കമലദളം ഒരു ചാൻസ് ഇത്രയും അടിപൊളിയായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല. പക്ഷെ പാട്ടാ നമുക്ക് പാട്ട് മനസ്സിലായി. പാട്ട് എനിക്ക് കിട്ടി. പാട്ടാ മനസ്സിലായി, പക്ഷെ അറിയില്ലല്ലോ പറയാ. നിനക്കറിയാമോ? അറിഞ്ഞൂടാ. ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞോളൂ. അതെ നല്ല ട്രൈ ആയിരുന്നു. ഞങ്ങൾക്കറിയില്ല. പാട്ട് കേട്ടില്ല, ഞാൻ പറഞ്ഞു. ഇതിലിപ്പോ പണിഷ്മെന്റ് ആരാ എടുക്കുന്നത്? ഹരിച്ചേട്ടൻ തന്നെ എടുക്കും. ഓക്കേ. ഉള്ളിൽ വരെ നോക്കി എടുത്തിട്ടുണ്ട്. ആകെ സീനില്ല. ഹരിച്ചേട്ടനൊക്കെ പാവം. പാനിപൂരി ഓക്കേ. ഇനി ആരോ ബാക്കിയുള്ളതല്ലേ? അവന്റെ വെള്ളമില്ലാത്ത പൈപ്പിനുള്ള വരൂലേ? എന്തോ സ്വകാര്യം പറയുന്നത്. ഞാൻ വാവണ്ടാണ് പാടാൻ തുടങ്ങിയത്, അതുകൊണ്ട് വരണില്ല. നമ്മളൊക്കെ പിന്നെ കണ്ണുണ്ട് മൂക്കുണ്ട് ഞാൻ പാടി നോക്കാം. അങ്ങനെയെങ്കിലും പാടും. അറിയെങ്കിലും ആരെങ്കിലും പറയണം. കുറച്ചേരം പാടും. കിഴക്ക് മലക്കമ്മലിട്ട കല്ലിത്താലം കളിക്കണം കളിക്കണം. ആവട്ടെ, പാടാൻ പറ്റും. അടുത്ത അക്ഷരയ്ക്കായി നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ക്ലാപ്പ് കൊടുത്തില്ല. ക്ലാപ്പിനോടൊപ്പം നമ്മൾ ജയിച്ചു. ഇൻട്രോ വേണോ? അത് ജയിച്ചു. മതി മതി മതി. അത് കൊള്ളാം. അല്ലല്ല ഞാൻ കേട്ടാണോ അല്ലേ ഹെഡ്ഫോൺസ് വെച്ചപ്പോ? അടുത്തതായി നമുക്ക് വേണ്ടിട്ട് പാട്ട് പാടാൻ പോകുന്നത് ശരിക്കും തുപ്പിയായി അക്ഷര നീ പാട് അളിച്ചിട് അക്ഷര നീ മുടി അളിച്ചിട്. മാറിയിടാ. ഇല്ല കേട്ടോ, ചിരിപ്പിക്കില്ല. നോക്കാം. മിമിക്രി. കുഞ്ഞി കുഞ്ഞി കരയുന്ന സൗണ്ട്. താറാവല്ലേടാ? താറാവിന്റെ കുഞ്ഞാണ് നമ്മൾ കാണിച്ചത്. റെഡി. അവള് ചെയ്തിട്ട് അവൾ പാട്ട് വെളിയിൽ കേൾക്കുന്നില്ല. പാട്ട് വെളിയിൽ കേട്ടിട്ട് രണ്ട് ചാൻസ് കൊടുക്കും. നോ പറയാനുള്ളത് നോ പറയുക. ഞാനും ചെയ്യാം. സമയം ഇനി ഇത് കഴിഞ്ഞിട്ട് പോണത്.
കണ്ണിലൊക്കെ വന്നിട്ടായാലും ആങ്കറിനെ കരയിപ്പിച്ചു. തമ്മിലത് പുട്ടുകുത്തി കരയിപ്പിച്ചു ആങ്കറിനെ. താങ്ക്സ്. ആരെങ്കിലും ചോദിച്ചാൽ വിളിക്കും. അയ്യോ മേക്കപ്പ് ഒക്കെ നമ്മളോട് സീരിയസ് ആയിട്ട് അവൾക്ക് അറിയണം. നമ്മൾ പേരന്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അവർക്ക് തമ്മിൽ ക്ലിക്ക് ബൈറ്റോ മോശമായി പോയത്. എന്തിനാണ് കരയണം? എന്തിനാ കരയിപ്പിച്ചേ? നമ്മളൊരു പരിപാടി കൂടി ചുമ്മാ കരയിപ്പിച്ചോണ്ടിരുന്നു. അത് തന്നെ. എന്ത് സോമോഷ് ഇടണം നിങ്ങള്. നിങ്ങളോട് പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെ ചെയ്തു? മൂക്കൊണ്ട് മോള് കൊണ്ട് പോളാ. ഞാൻ ജെനുവിൻ ആയിരുന്നു. പാടാൻ പറ്റില്ല. ഞാൻ ലോയല്ല. ഞാൻ കമലത്തിൽ സംഗതി അടക്കം പാടി. ഇനി കുട്ടിക്കാലത്ത് പോയി പറയും. ഇവിടെ ഇന്നത്തെ ഡേറ്റ് മൂക്കൊണ്ട് പാടിയാൽ മൂക്കൊണ്ട് വേണം. Guys, oh my god. Let's move on to the next segment. So, എല്ലാവരും സോറി. ഡ്രാഗൺ കുഞ്ഞ് വെള്ളം തുപ്പുന്നു. എന്താ ഒരു ഇത്? മനസ്സിലായില്ല. കുട്ടി ഇത്ര ക്രൂരനോ? റെഡി? വാ തുറക്ക്. മലയാളം പാട്ടാണ്. പാട് അല്ല അതുപോലെ തുറക്കണം. തുപ്പിയല്ലേ? I'm thrilled. ഒന്നും പറയല്ലേ. അഭിനയിച്ച് അത് വേണേ ചെയ്യാം. മൂളിപ്പാട് ഈ ഗെയിം കൊണ്ടുവന്ന കുട്ടിക്ക് തന്നെ ഗെയിം കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഓക്കെ, എനിക്ക് സിനിമ പറഞ്ഞാ ഞാനൊന്ന് അഭിനയിച്ചു. ഞാൻ അനുഭവിച്ച് കാണിച്ചു. പറഞ്ഞില്ല. ഞാൻ സിമ്പിൾ തരാവേ. സിമ്പിൾ ആണേ. വെരി സിമ്പിൾ. അതിനു മുമ്പ് മറ്റേ പാട്ട് ഏതായിരുന്നു? പ്രബന്ധപദം വീണ്ടും എല്ലാം നമ്മളെ എന്ത് വേണം ചെയ്തു. അവസാനം മലയാളം. മലയാളം ഇതിനെങ്ങനെയൊക്കെ കോടണ്ടേ? ഇങ്ങനെയൊക്കെ ഉണ്ട്. PhD എടുത്തതാ. പഴയത് മോഹൻലാൽ. ഞാൻ എന്റെ എനിക്ക് നമ്മൾ ഞാൻ്റെ വേറെ വാക്ക് ഞാൻ നമ്മൾ എന്റെ എനിക്ക് നീ നീയല്ലോ ഞാൻ നീ വരില്ലല്ലോ. സ്വന്തം ജപം. സന്യാസം ഞാൻ സന്യാസിയാണ്. സന്യാസിച്ച പടം. മോഹൻലാൽ സന്യാസിച്ച പടമോ? ഇങ്ങനെയൊന്നും ഇല്ലേ? I don't know. ബ്രാഹ്മണം പടത്തിന്റെ പേര് രണ്ട് വാക്ക്. രണ്ട് വാക്കല്ല, രണ്ട് അക്ഷരം. ഗുരു ഒന്നാമത്തെ ഞാൻ നീ ആര്? അക്ഷര ഞാൻ പറഞ്ഞു. അണ്ടി. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് ചോദിക്കോ? ഇത് കറക്റ്റ് ഫ്രണ്ടിന് തുറക്കണത്. രണ്ടാമത്തെ അക്ഷരം തിന്നണത്. ഫുഡ്. ചോറ്. ആഹാരം. അരി. ആഹാരം. ആദ്യം ഇടണം. എടാ തിന്ന് എല്ലാരും ആര് തിന്നാൻ?
അല്ല നമ്മൾ പറയുന്നത് അല്ല ഞാൻ ജയിച്ചു. ടാസ്ക് കഴി കഴി കഴി. ഞാൻ ഞാൻ കഴിച്ചു. ഞാൻ ആരെങ്കിലും എടുത്തു. മുളക് അരക്കുന്നു. മുളകൻ അത് ഞാൻ കണ്ട് കടിച്ചില്ല. എനിക്ക് സീനില്ല. നാരങ്ങ നല്ല ക്ഷീണുണ്ട്. എന്റെയും കഥ. നിങ്ങളുടെ 5 പേർക്ക് മൂവിയാണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ സ്വപ്നമൊക്കെ അതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയോ? അതിന് വേണ്ടിയിട്ടാണ് ഇത് വീഡിയോസ് അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതാ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഡയറക്ടേഴ്സിനോട് നമ്മൾ ചോദിക്കുന്നതും പോകാറുണ്ട്. വീഡിയോസ് കണ്ടിട്ട് എൻക്വയറി വരാറുണ്ട്. എൻക്വയറി മീൻസ് ഒരു ടീമിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങൾ വരണം, ഓഡീഷൻ, ഓപ്പൺ ഓഡീഷൻ അല്ലാതെ സെലക്ടഡ് ഓഡീഷൻ ഉണ്ട്, അതിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ കുറെ നല്ല നല്ല വേർഡ്സ്, മൊണാൾട്ട്, അങ്ങനത്തെ വെറൈറ്റി വേർഡ്സ് ഇപ്പൊ ഗ്ലാമികയുടെ ഇതിൽ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ പോലും നിങ്ങളുടെ കിട്ടിയാന്ന് പറയും. ഇപ്പൊ അപ്പുവിന്റെ ഹൈലൈറ്റ് നോക്കിയ പോലെ എന്റെ മൊണാൾട്ടുകൾ കുറച്ച് കൊടുത്തേക്കുന്നത്. മൊണാൾട്ട് കൊണ്ടുവന്നത് ജോമോൻ ചേട്ടനാണ്. മൊണാൾട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങനെ തന്നിട്ട് പോയി. ഇതുപോലത്തെ വേർഡ്സ് ഒക്കെ ഇതിപ്പോ ജോമോൻ ചേട്ടൻ അതുപോലെ കുറെ വേർഡ്സ് ഉണ്ടോ വേറെ എന്തെങ്കിലും ഒക്കെ? എന്തൊക്കെ ചോദിച്ചിട്ടുള്ള ബാക്കി വീപ്പിടേണ്ടി വരും. അല്ല, അതിന് ചീത്ത നമ്മൾ യൂസ് ചെയ്യാറില്ല. അത് ചീത്തയല്ല, അത് ഓർഗൻ. ഹ്യൂമൻ ഓർഗൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തൊരു ഫൺ ടാസ്കിലോട്ടാണ് നമ്മൾ പോണേ. കാണുമ്പോൾ ഒരു ബോർഡ് ഉണ്ട്, ഇവിടെ ഒരാൾ വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഞാനൊരു കുറച്ച് ഫിലിംസിന്റെ നെയിംസ് പറയും. അത് ആദ്യം കാണിക്കാണ്ട് ഗാനക്കാണ്ട് വരച്ച് മാത്രം. ഫസ്റ്റ് ആരാ വരുന്നത്? കുമാർ. ഞാൻ ഫിലിം നെയിം പറഞ്ഞുതരാം. ഇങ്ങനെ ആദ്യം വരയ്ക്കുന്നത് തമിഴ് മലയാളം ഒന്നും. ഒന്ന് വരയ്ക്കടോ. ചേട്ടാ വേണ്ട മറ്റേ കൊട്ടാരാണ്. തെലുങ്ക് പോലത്തെ സാധനോ? ഇത് വടയോ? വടയോ? അത് ഇതിങ്ങനെ ഇരിക്കും ആദ്യം. സിനിമയുടെ അവസാനത്തെ പേര് ഇതുമായിട്ട് ബന്ധമുണ്ട്. മാനത്തെ കൊട്ടാരം. അല്ല കൊട്ടാരാണ്. പുതിയ സിനിമയാണ്. പുതിയ സിനിമ. ഒന്ന് പറഞ്ഞുകൂടെ വന്ന് എഴുത്, പേരങ്ങ് എഴുത്. എന്തെങ്കിലും ഓർത്താ മതി, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും. വരയ്ക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ അക്ഷരത്ത് ആ സാധനം തൊട്ട് വരയ്ക്ക്. ആദ്യത്തെ അക്ഷരമാണ് വരയ്ക്കാൻ പറ്റാത്തത്. പിന്നെ അവസാനത്തെ അക്ഷരങ്ങൾ വരാം. അവസാനത്തെ ഒരു അക്ഷരമാണ്, അവസാനത്തെ ഒരു വാക്കാണ് ഞാൻ വരച്ചത്. അത് ഇല്ല, നിങ്ങൾ വരയ്ക്ക്, നമ്മൾ ഗസ് ചെയ്യാൻ വരയ്ക്കുന്നേ. ഇതിങ്ങനെ ഇരിക്കും. ബലൂണ്. ബലൂണിന്റെ കോണ്ടോ. ഓക്കെ, കോണ്ടോ. കിഷ്കിന്ത കാണ്ടോ. സിമ്പിൾ. വരയ്ക്ക്, ഒന്നും ഭാഗം നോക്കാതെ വരയ്ക്ക്. രാജാവിന്റെ മകൻ. ഫുൾ വരയ്ക്ക്. അയ്യോ, ആദ്യത്തത് രാഷ്ട്രത്തെ കിരീടം. കിരീടമല്ല, രാജാവ്. രാജാവ്, രാക്ഷസ രാജാവ്. ഇത് കൊച്ചി രാജാവ്. അതിന് ഓട്ട വരയ്ക്കാൻ വേണ്ടി നോക്കിയത്. ഇരിക്കുന്ന ആളിനെ മിണ്ടാനും പാടില്ല, ക്വസ്റ്റ്യൻസും ചോദിക്കരുത്. ടോർച്ചോ? കോളാമ്പി. സൗണ്ട്, ശബ്ദം. കുഴല്, ഫ്ലൂട്ട്, മൈക്ക്, സൗണ്ട്, സ്പീക്കർ, ഗ്രാമഫോൺ. സൗണ്ട്, ചൂരൽ. കഴിക്കുന്നല്ലോ, കുടിക്കുന്നതാണോ, സ്ട്രോ ആണോ? ശബ്ദമായിട്ട് ബന്ധപ്പെട്ടാണ്. വെള്ളം, കോളാമ്പി, നദി, പുഴ. ഇതാണ് ഇൻസ്ട്രുമെന്റ് അല്ലാണ് തബലയോ ട്രംപറ്റ്. പിന്നെ എന്താണ് അത് വരച്ചേ? ലൗഡ് സ്പീക്കർ. വെളിച്ചോ? ഗ്രാമഫോൺ. ടോർച്ച്.
നീ മനസ്സിൽ പറഞ്ഞിട്ട് പന്തം തീപ്പന്തം. പുറത്തോട്ട് പോകുന്നത്, അകത്തുനിന്ന് പുറത്തോട്ട് പോകുന്നതോ? ഓസ്, വെള്ളം, പമ്പ് ഹൗസ്, മോട്ടർ, കുഴലിന്ന് പുറത്തു പോകുന്നതോ? കുഴൽക്കിണർ, പുത്തമ്പണം. അത് എഴുതി അതെടാ പുറത്തോട്ട് പോയത് എന്താടാ? വെള്ളം. ബണ്ട്. വേറെന്തെങ്കിലും അതുമായിട്ട് relate ഇത് ഇത്രയും വലിയൊരു സാധനം. എത്ര പേരുണ്ട്? എത്രാമത്തെ ഇതാണ് വരയ്ക്കുന്നത് നീ? ഒന്നും പറയാൻ പറ്റൂലല്ലോ. മറ്റേ സിനിമയാണ് ഇത് നിങ്ങൾ പഠിക്കും, ഇത് കണ്ടുപിടിക്കാൻ ഫഹദ് ഫാസിലിന്റെ ഫിനിഷ് സിനിമയാണ്. ഇല്ലേ? മലയും കുഞ്ഞാടാ. അതെ വരയ്ക്കും. കുഞ്ഞ് ഇന്നൊന്നല്ല, ഇത് അത്യാവശ്യം വലിയ. പാവ, ടെഡി ബിയർ. ഇത് ചിലപ്പോൾ നിങ്ങൾ പറയാൻ പറ്റും. സിഗരറ്റ്, തീവണ്ടിയാ? മാളൂട്ടിയാ? സിഗരറ്റാ? കഞ്ചാവ്. ആരോ അത്? കിളിപോയി. ഹണീബി. ഇതെനിക്കട്ടെ. നേരത്തെ വലുതായിട്ട് കാണിച്ചു. പഴം. മരിച്ചിനി. നിങ്ങൾ മനസ്സിലാക്കും. കിളി. അടികപ്പിയുടെ കൂട്ടമണിയാണ്. കോഴി. കിളി പോയി. കിളിപോയി അല്ല, പറഞ്ഞില്ലേ? കിളിയാണത്. കിളി. സൂര്യൻ, കിളി, പറങ്ങ, പരുന്ത്, ഗരുഡൻ. ഗരുഡൻ കുഞ്ഞിനെ പരുന്ത്. മുട്ട അവസാനം മുട്ടയിട്ട്, ഗരുഡ മുട്ടയിട്ട് പറന്നു പോയി. ഇൻസ്പെക്ടർ ഗരുഡൻ. അതെന്നെ അല്ല. അല്ലേ? പരുന്ത് പറന്ന് മുട്ടയിട്ട്. റാഞ്ചി റൗ സ്പീക്കിംഗ്. പക്ഷേ നല്ല ഓ, അപ്പൊ ആദ്യം വരച്ചൊരു സാധനം അത് സ്പീക്കറാണ് വരച്ചതില്ലേ? ഓക്കെ, അടുത്താള് ഹരിച്ചേട്ടൻ. ബോർഡ്. ABCDയാ? ക്യാപ്, ഇത് EFGH. അയ്യോ, ആൽഫബറ്റ് മറന്നുപോയി. അല്ല, അതെന്തിനാണത് ഇത് രോമാഞ്ച. അതാണ് ടാസ്ക്. കമോൺ, നേരത്തെ വീടും കട്ടിലൊക്കെ വരച്ചല്ലേ? ആ സിനിമയിൽ എന്തുണ്ട് വരയ്ക്കാൻ? ചായ, കുക്കർ, ചൂടുവെള്ളം, വെള്ളം തിളപ്പിക്കുന്നു. കിണറാണോ? ഇല, സദ്യ, ചോറ്, പായസം, കുഞ്ഞു രാമായണം. കറി, പരിപ്പ്, വേറെ അല്ല, സാമ്പാർ, പരിപ്പ്, രസം, മോര്, രസതന്ത്രം. അയ്യോ, താഴെ വരച്ചെന്തോ രസം തിളക്കുന്നു. ഇനി ആരാ ഉള്ളെ? ഇനി അക്ഷര ക്ലീശ പേരാണ്. റോബോട്ടോ? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. കസാരയോ? രാജാവ്, പട്ടാഭിഷേകവും, രാജാവിന്റെ മകൻ, ഇല്ല, രാജാവിന്റെ പ്രിൻസ്, കസേരയും, കിരീടം, ചെങ്കോല്, പൂച്ച, മറ്റേ പൂച്ചപ്പൂ, അത് പട്ടാഭിഷേകം. സിംഹം, സിംഹോ? സിംഹം ചത്തു, അക്ഷര കൊന്നു. നരസിംഹോ? മാലയോ? കസേര, സിംഹം, രാജാവ്, മാല. കസാര, സിംഹ രാജാവ്, ഇത് ഡീകോഡ് നരസിംഹ രാജാവാ? രാക്ഷസ രാജാവാ? ഇല്ല, അടുത്ത് കാണിക്ക്. ഡീകോഡ് എടുക്കേണ്ട അവസ്ഥയാണ്. സിംഹം എവിടെയാണ് പറഞ്ഞത്? ഇത് മറ്റേ വൃത്തിയുടെ ഒരു പടം സിംഹമൊക്കെ പറഞ്ഞ ലൈഫ് ഓഫ് പൈ ആണോ? ഇംഗ്ലീഷ് ആണോ? ഇപ്പൊ പുതിയ പടാണോ?
പഴയതാണ്. കൊച്ചി രാജാവ്. ഡയമണ്ട് നെക്ലസോ? മാലമുത്ത്. മലയാളത് ചിക്കാരി ശംഭു. സ്വർണ്ണ. കൈ വെച്ച് കാണിക്കുന്നു. സ്വർണ്ണമാല. സ്വർണ്ണം. സ്വർണത്തിന് വേറെ വാക്ക്. സ്വർണത്തിന് വേറെ ഗോൾഡ്. ഗോൾഡ്. കനകസിംഹാസനം. ഇതിലാ കനകനും സിംഹാസനവും കനക ഒന്ന് എവിടെ കനക എവിടെ? സ്വർണ്ണമാണ്. സന്തോഷം. കനകം മൂലം കാമിനി മൂലം ആശങ്ക കാണിക്കാറുണ്ട് സിംഹം കാണിച്ചത്. ഓക്കെ. അപ്പൊ ഭയങ്കര ഫൺ ഇന്റർവ്യൂ ആയിരുന്നു. കൊറേ ചിരിച്ചു, കൊറേ കളിച്ചു. അതിലേറെ ഇവള് കൊറേ കരഞ്ഞു. അല്ല, ഇത് എനിക്ക് തോന്നുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? അപ്പം ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രോജക്ട്സ് വരുന്നതും കാര്യങ്ങളും? ഇനി നമ്മുടെ ചാനലിൽ ഒരുപാട് വെബ് സീരീസ് വരുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ ലോങ് ഫോർമാറ്റിലോട്ട് സ്വിച്ച് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇനി ഉടനെ തന്നെ കുറെ പരിപാടികൾ വരും. യെസ് ആണ്, അടിപൊളിയാണ്. വന്നു തുടങ്ങി. ഇപ്പൊ ഒരു ബാച്ചിലർ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. പാർട്ട് 1 ഇറങ്ങി. നമ്മൾ ചെയ്യുന്ന പരിപാടി എല്ലാം കഥയും സംവിധാനം നമ്മുടെ ഒരു ഫ്രണ്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാം ആരൊക്കെയാണ്? ബാക്കി നമ്മളെല്ലാരും തന്നെയാണ്. ക്യാമറ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഷോർട്സ് നിന്ന് തുടങ്ങി, പിന്നെ അതൊരു 3-4 മിനിറ്റ് വീഡിയോ ആയി, പിന്നെ അത് 10 മിനിറ്റ് വീഡിയോ ആയി. ഇനി അതൊരു ഫിലിം, 3 മണിക്കൂറൊക്കെ ഉള്ള ഫിലിം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷ എന്തൊക്കെയാണ്? ശുഭപ്രതീക്ഷ. നമ്മളിങ്ങനെ മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇല്ല, നേരത്തെ അപ്പുചേട്ടൻ പറഞ്ഞ സാധനം തന്നെയാണ്. നമ്മള് രക്ഷപ്പെടുമ്പോൾ ടീം ഒരുമിച്ച് രക്ഷപ്പെടാനാണ് നമുക്ക് കൂടുതൽ ആഗ്രഹം. അതെല്ലാരും അതിനപ്പുറം പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. സപ്പോർട്ട് ചെയ്യണം. വ്യൂവേഴ്സ് നമ്മളെ കൂടെ നിൽക്കണം, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സിനോടും പറയണത്, ലോയൽ ആയിട്ടുള്ള ഫാൻസിനോടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫൺ സെഷൻ ഒരു പാട്ടോടെ എൻഡ് ചെയ്യാം. ഓക്കെ, അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കിയില്ലേ, നിന്നീളമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ, ഇന്നും നിന്നോർമ്മയിലെങ്ങോ ഉണരുമ്പോൾ മാഞ്ഞങ്ങ് പോകരുതേ വാർമഴവില്ലേ, മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റേ, നീ വരുമ്പോൾ എന്റെ ഉള്ളിൽ തേൻകുയിൽ പാട്ട്, വെള്ളിക്കൊലുസിന്റെ കാലച്ച കേൾക്കാൻ കാത്തിരിക്കും എന്റെ ഹൃദയം, നിനക്കു മാത്രമായി. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനീ, നിലരാവിലൻ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമണി. അപ്പോൾ നമ്മളെ അറിഞ്ഞൂടാത്തവർക്കായിട്ട് വീണ്ടും നമ്മൾ പറയുന്നത്, നമ്മുടെ ചാനലിൻ്റെ പേര് പുട്ടുകുറ്റി. ഞങ്ങൾ അതിനകത്ത് ഒരുപാട് കണ്ടന്റ് വീഡിയോസും കോമഡി എൻ്റർടൈനിങ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു വീഡിയോ സ്ട്രീമിംഗ് ആവുന്നുണ്ട്, അതും കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. സോ താങ്ക് യു സോ മച്ച്.